പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കർമ്മണി പ്രയോഗം, പാസീവ് വോയിസ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഭാഷയിൽ കർത്താവിന് പ്രാധാന്യം കൊടുത്ത് ഒരു വാചകം പറയുന്നതിന് കർത്തരി പ്രയോഗമെന്നും, കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു വാചകം പറയുന്നതിന് കർമ്മണി പ്രയോഗമെന്നും പറയുന്നു. ഇംഗ്ലീഷിൽ പാസീവ് വോയിസ് എന്ന് പറയുന്നു. ആക്റ്റീവ് വോയിസിനെ കുറിച്ച് മുമ്പ് പറഞ്ഞു കഴിഞ്ഞതിനാൽ ഇനി പാസീവ് വോയിസിനെ കുറിച്ച് പറയാം. വർത്തമാനകാലം പ്രസൻറ്റ് ടെൻസ്, ഭൂതകാലം പാസ്റ്റ് ടെൻസ്, ഭാവി കാലം ഫ്യൂച്ചർ ടെൻസ് എന്നിവയുടെ 4 വീതം രൂപങ്ങൾ കർത്തരി പ്രയോഗത്തിൽ ആക്റ്റീവ് വോയിസിൽ നേരത്തെ പറഞ്ഞതിൻ്റെ പാസീവ് വോയിസാണ് ഇനി പറയുന്നത്. അതുകൊണ്ട് വർത്തമാനം, ഭൂതകാലം, ഭാവി കാലങ്ങളുടെ 4 വീതം രൂപങ്ങൾ ആക്റ്റീവ് വോയിസിൽ വ്യക്തമായി മനസ്സിലാക്കിയാൽ ഇത് ഏറ്റവും എളുപ്പമായിരിക്കും. അതായത് കർമ്മണി പ്രയോഗം പെട്ടെന്ന് മനസ്സിലാകും. പാസീവ് വോയിസിൻ്റെ പൊതു സ്വഭാവം മനസ്സിലാക്കാൻ ഇനി ശ്രദ്ധിക്കുക. കർമ്മത്തെ കർത്താവിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് ഒരു വാചകം പറയുന്നതിനാണ് കർമ്മണി പ്രയോഗം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അതിനെ പാസീവ് വോയിസ് എന്ന് പറയുന്നു. മലയാളം സംഭാഷണത്തിൽ എപ്പോഴും കൂടുതൽ ഉപയോഗിക്കുന്നത് കർത്തരി പ്രയോഗത്തിലാണ്. അപൂർവമായി മാത്രമേ കർമ്മണി പ്രയോഗം ഉപയോഗിക്കാറുള്ളൂ. എന്നാൽ ഇംഗ്ലീഷ് സംഭാഷണത്തിൽ അങ്ങനെയല്ല, രണ്ടും ഒരുപോലെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ആക്റ്റീവ് വോയിസും കർത്തരി പ്രയോഗവും കർമ്മണി പ്രയോഗവും പാസീവ് വോയിസും എന്താണെന്നും ആക്റ്റീവിനെ പാസീവായും പാസീവിനെ ആക്റ്റീവായും എങ്ങനെ മാറ്റാമെന്നും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതാണ്. കർമ്മണി പ്രയോഗത്തിൻ്റെ ചില പ്രത്യേകതകൾ ശ്രദ്ധിക്കുക. ഇംഗ്ലീഷിലെ എല്ലാ വാചകങ്ങളും പാസീവ് വോയിസിലേക്ക് മാറ്റാൻ കഴിയില്ല. വാചകത്തിലെ ക്രിയയ്ക്ക് കർമ്മമുണ്ടെങ്കിൽ മാത്രമേ പാസീവ് വോയിസ് ആക്കാൻ സാധിക്കൂ. ഒരു വാക്യത്തിൽ ആരെ അല്ലെങ്കിൽ എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ അത് സകർമ്മക ക്രിയ, ട്രാൻസിറ്റീവ് വെർബ് എന്ന് ഇംഗ്ലീഷിൽ. ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ അകർമ്മക ക്രിയ, ഇൻട്രാൻസിറ്റീവ് വെർബ്. ഇവയിൽ കർമ്മമുള്ളവയ്ക്ക് മാത്രമേ കർമ്മണി പ്രയോഗമുള്ളൂ. ഉദാഹരണം: രജനി അറ്റാക്സ് 10 people. രജനി 10 പേരെ ആക്രമിക്കുന്നു. രജനി 10 പേരെ ആക്രമിക്കുന്നു എന്നതിൽ അറ്റാക്ക് എന്നതാണ് ക്രിയ. ആരെ ആക്രമിക്കുന്നു അല്ലെങ്കിൽ എന്തിനെ ആക്രമിക്കുന്നു, അപ്പോൾ വ്യക്തമായ ഉത്തരം കിട്ടുന്നു: ആളുകളെ. ഈ ആളുകളാണ് ഇവിടെ കർമ്മം. ആരെ അല്ലെങ്കിൽ എന്തിന് എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്നത് കൊണ്ട് അറ്റാക്ക് എന്ന ക്രിയ സകർമ്മക ക്രിയ, ട്രാൻസിറ്റീവ് വെർബ് എന്ന് ഇംഗ്ലീഷിൽ. ഇനി 10 പേരെ ഇടിച്ചിട്ട് രജനി ഓടുന്നു എന്ന് വെക്കുക. അപ്പോൾ അത് പറയേണ്ടത് രജനി റൺസ്, രജനി ഓടുന്നു. ഇവിടെ ഓടുന്നു എന്ന ക്രിയയോട് ആരെ ഓടുന്നു അല്ലെങ്കിൽ എന്തിനെ ഓടുന്നു എന്ന് ചോദിച്ചു നോക്കൂ, ഉത്തരമില്ല. ആ ചോദ്യം തന്നെ അപ്രസക്തമാകുന്നു. ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിച്ചാൽ മറുപടിയില്ല. അതുകൊണ്ട്
റൺ എന്ന ക്രിയ അകർമ്മക ക്രിയ, ഇൻട്രാൻസിറ്റീവ് വെർബ്. ഇനി കർമ്മണി പ്രയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, കർമ്മണി പ്രയോഗത്തിൽ കർമ്മത്തിന് ആണ് പ്രാധാന്യം കൂടുതൽ. അതുകൊണ്ട് വാചകത്തിൻ്റെ രൂപം എന്തെന്ന് നിശ്ചയിക്കുന്നത് കർമ്മത്തിൻ്റെ എണ്ണമാണ്. അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കണം. രജനി അറ്റാക്ക് 10 പീപ്പിൾ എന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ ആക്റ്റീവ് വോയിസ് ആണ്. ഇതിന് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ 10 പീപ്പിൾ എന്നാണ് കർമ്മം. 10 പീപ്പിൾ ആർ അറ്റാക്കഡ് ബൈ രജനി. 10 പേർ രജനിയാൽ ഇടിക്കപ്പെടുന്നു അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്നു. ഈ 10 പേർ എന്ന ബഹുവചന കർമ്മം കർത്താവിൻ്റെ സ്ഥാനത്ത് വരുമ്പോൾ വരുന്ന മാറ്റം ശ്രദ്ധിക്കുക. 10 പീപ്പിൾ ആർ എന്നാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആർ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. 10 പീപ്പിൾ എന്നത് പ്ലൂറലാണ്, ബഹുവചനം. പകരം രജനി ഒരാളെ മാത്രമേ ആക്രമിക്കുന്നുള്ളൂ എങ്കിൽ സംഗതി വ്യത്യാസമുണ്ട്. 1 person ഈസ് അറ്റാക്കഡ് ബൈ രജനി. ഒരാൾ രജനിയാൽ ആക്രമിക്കപ്പെടുന്നു. കർത്തരി പ്രയോഗത്തിലുള്ള ഒരു വാചകം എങ്ങനെ കർമ്മണി പ്രയോഗത്തിലേക്ക് മാറുന്നു എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞാൽ, കർത്തരി പ്രയോഗത്തിലുള്ള ഒരു വാചകത്തിലെ കർമ്മത്തെ കർത്താവിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവരികയും അത് ഏകവചനമെന്നോ ബഹുവചനമെന്നോ നോക്കി ഈസ് എന്നും ആർ എന്നും പ്രയോഗിക്കുകയും ക്രിയയുടെ പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുകയും ഇവിടെ അറ്റാക്കഡ് ആയി ആദ്യത്തെ ആക്റ്റീവ് വോയിസിലെ കർത്താവിനെ ബൈ വെച്ച് വേർതിരിച്ച് അവസാനം എഴുതുകയും ചെയ്താൽ പാസീവ് വോയിസായി, കർമ്മണി പ്രയോഗമായി. ഉദാഹരണം ഒരിക്കൽ കൂടി. കർത്തരി പ്രയോഗത്തിലുള്ള ഒരു വാചകം എങ്ങനെ കർമ്മണി പ്രയോഗത്തിലേക്ക് മാറുന്നു എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞാൽ, കർത്തരി പ്രയോഗത്തിലുള്ള ഒരു വാചകത്തിലെ കർമ്മത്തെ കർത്താവിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവരികയും അത് ഏകവചനമോ ബഹുവചനമോ എന്ന് നോക്കി ഈസ് എന്നും ആർ എന്നും പ്രയോഗിക്കുകയും ക്രിയയുടെ പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുകയും ആദ്യത്തെ ആക്റ്റീവ് വോയിസിലെ കർത്താവിനെ ബൈ വെച്ച് വേർതിരിച്ച് അവസാനം എഴുതുകയും ചെയ്താൽ പാസീവ് വോയിസായി, കർമ്മണി പ്രയോഗമായി. അടുത്തത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലെ ആക്റ്റീവ് വാചകം എങ്ങനെ പാസീവ് വോയിസിലേക്ക് കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റാമെന്ന് നോക്കാം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.